കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു നാഥാ. കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു നാഥാ. മനമുടഞ്ഞു കരഞ്ഞ നേരം മാറോടണച്ചോ, കരം പിടിച്ചു കൈനീട്ടി കണ്ണീർ തുടച്ചോ. മനമുടഞ്ഞു കരഞ്ഞ നേരം മാറോടണച്ചോ, കരം പിടിച്ചു കൈനീട്ടി കണ്ണീർ തുടച്ചോ. ദാഹത്താലും വിശപ്പിനാലും വാടി വീണപ്പോ മന്നയേകി ജലമേകി പോഷിപ്പിച്ചല്ലോ. ദാഹത്താലും വിശപ്പിനാലും വാടി വീണപ്പോ മന്നയേകി ജലമേകി പോഷിപ്പിച്ചല്ലോ. കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു നാഥാ. ഇന്നു കാണും ഉയർച്ചയെല്ലാം നൽകി തന്നതാ, നന്ദി ചൊല്ലി തൃപ്പാദം നമിച്ചിടുന്നു ഞാൻ. ഇന്നു കാണും ഉയർച്ചയെല്ലാം നൽകി തന്നതാ, നന്ദി ചൊല്ലി തൃപ്പാദം നമിച്ചിടുന്നു ഞാൻ. ദർശനത്തിൻ പാതയിൽ നടന്നു ചെല്ലുവാൻ കൃപയേകി വരമേകി വഴി നടത്തണേ. ദർശനത്തിൻ പാതയിൽ നടന്നു ചെല്ലുവാൻ കൃപയേകി വരമേകി വഴി നടത്തണേ. കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു നാഥാ. കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു നാഥാ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-10 വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനു മുമ്പായിട്ട് അതിനെ ആസ്പദമാക്കി ചെറിയ കഥയോടുകൂടി ഇന്നത്തെ ചിന്ത നമുക്ക് തുടരാം. സ്നേഹത്തിൻ്റെ വില സകലത്തെക്കാളും വിലയേറിയത് എന്നുള്ളതാണ് ഇതിൻ്റെ ടോപ്പിക്ക്. ഒരു തിരക്കേറിയ പട്ടണത്തിൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയിൽ ഒരു യുവതിയും അവളുടെ മകനും പാർത്തിരുന്നു. അവർ താമസിച്ച വീടെന്ന് പറയുന്നത് ജീർണിച്ചതും ചോർന്നൊലിക്കുന്നതുമായ ഭവനമായിരുന്നു. അതിൻ്റെ തറയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പുരയുടെ മേൽക്കൂരയെല്ലാം തകർന്നും മഴ പെയ്യുമ്പോൾ വെള്ളം ഭവനത്തിൻ്റെ ഉള്ളിൽ വീഴുന്ന അവസ്ഥയായിരുന്നു. ഒരു ദിവസം ആ യുവതി മകനെ ഭവനത്തിലാക്കിയിട്ട് തൊഴിൽ തേടിപ്പോയി. അമ്മയും മകനും തങ്ങൾക്കുള്ള അവസ്ഥയിൽ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ കഴിഞ്ഞിരുന്നു. ആ യുവതി മടങ്ങി വന്നപ്പോൾ അവളുടെ കയ്യിൽ കടലാസിൽ പൊതിഞ്ഞ ഒരു പീസ ഉണ്ടായിരുന്നു. ഒരു പീസ അത് അവൾ മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ പീസ വാങ്ങാനുണ്ടായിരുന്ന തുക മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. മകൻ സന്തോഷത്തോടെ മാതാവിൽ നിന്ന് വാങ്ങിയിട്ട് പറഞ്ഞു, മമ്മി, എനിക്ക് വിശപ്പില്ല. അവൻ്റെ മമ്മിയും പറഞ്ഞു, എനിക്കും വിശപ്പില്ല. വാസ്തവത്തിൽ അവർക്ക് ഇരുവരും വിശപ്പുണ്ട്, എങ്കിലും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് അപ്രകാരം പറഞ്ഞത്. ഒടുവിൽ മകൻ ഒരു കഷ്ണം പീസ 2ആയിട്ട് മുറിച്ച് ഒന്ന് അവനും മറ്റേത് അവൻ്റെ മമ്മിക്കും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വലുതായി ജോലി കിട്ടിക്കഴിയുമ്പോൾ എല്ലാ ദിവസവും മമ്മിക്ക് ഒരു ഫുൾ സൈസ് പീസ വാങ്ങി വരും എന്ന് പറഞ്ഞു. വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി. മകൻ പഠിച്ച നല്ല ജോലി കിട്ടുന്ന ശമ്പളത്തിൽ അമ്മയ്ക്ക് അവൻ വാഗ്ദാനം ചെയ്തതുപോലെ പീസ വാങ്ങിക്കൊടുക്കും. അവളുടെ വീടിൻ്റെ മുഖച്ഛായയെല്ലാം മാറി. നല്ലൊരു വീട് പണിതു അതിൽ താമസമായി. എങ്കിലും അവൻ തൻ്റെ പഴയകാല അനുഭവങ്ങൾ മറക്കാതെ ഇരുന്നതിനാൽ അമ്മയ്ക്ക് അവൻ പീസ വാങ്ങുന്ന കൂട്ടത്തിൽ ഒരു ഫുൾ സൈസ് പീസ വാങ്ങുമായിരുന്നു. തൻ്റെ അയൽവാസികളായ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു അത് വാങ്ങുന്നത്. ഒരു കാലത്ത് അവന് തൃപ്തിയോടെ പീസ കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഇരുന്ന അവസരം മാതാവ് കൊണ്ടുവന്ന ഒരു സ്ലൈസ് പീസയിൽ പകുതി മാത്രമേ അവന് ലഭിച്ചിരുന്നുള്ളൂ. അന്നു മുതൽ അവൻ്റെ തീരുമാനമായിരുന്നു, എന്നെപ്പോലെ ആർത്തിയോട് കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയും പീസ വാങ്ങണമെന്ന്. അങ്ങനെ അവൻ ചെയ്യുന്ന നല്ല പ്രവൃത്തിയിൽ മാതാവിന് സന്തോഷവും തൃപ്തിയുമായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഒരു കാലത്ത് നല്ല ഭവനമില്ലാതെയും സാമ്പത്തികമില്ലാതെയും ആഗ്രഹിച്ചൊന്നും ലഭിക്കാതെ ഇരുന്ന അവസരങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെയും ദൈവം മനസ്സറിഞ്ഞ് കരകയറ്റി ഉന്നത വിദ്യാഭ്യാസം നൽകി സാമ്പത്തികത്തിൻ്റെ മുഖച്ഛായ മാറ്റിത്തന്നു. എന്നാൽ പലരും പഴയ കാലങ്ങളെ ഓർക്കാതെ പുത്തൻ അനുഭവങ്ങളിൽ മതിമറന്ന് സമശിഷ്ടങ്ങളെ ഓർക്കാതെയും അവരോട് അനുകമ്പ കാണാതെ ഇരിക്കുന്ന അനേകരെ നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, കഷ്ടതയിലിരിക്കുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. ആ യുവാവിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകി കഴിയുമ്പോൾ കയറി വന്ന പടികളെ മറക്കാതെ ഇരിക്കുക. ഒരുപക്ഷെ ആ പടികളിൽ കൂടി തിരിച്ചു വരേണ്ടതാണ് എന്നുള്ള ഉത്തമ ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഗലാത്യർ 6-9-10 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്,
തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. എന്നാൽ അതിന് യോഗ്യന്മാരായവർക്ക് വേണം കൊടുക്കേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സദൃശവാക്യം 3:27 നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായവർക്ക് ചെയ്യാതെ ഇരിക്കരുത്. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് വേരൂന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിനാലാണ് കർത്താവ് പറഞ്ഞത്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. ആകയാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിന്ന് ക്രിസ്തു നമ്മെ ഏതവസ്ഥയിലാണ് സ്നേഹിച്ചതെന്ന് ഓർത്ത് നാം അതുപോലെ സഹജീവികൾക്ക് നന്മ ചെയ്യുന്നവരായി മാറ്റപ്പെടുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ ചെറിയ എന്തിയെ നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.